ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തി സമവാക്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രകടമാകുന്ന വിള്ളലുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ അനിശ്ചിതത്വങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഔദ്യോഗികമായി സൗഹൃദം തുടരുന്നുവെന്ന നിലപാടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന നിശബ്ദ മത്സരം ഗൾഫ് രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശയെ സ്വാധീനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സഖ്യത്തിൽ നിന്ന് മത്സരത്തിലേക്ക് 2010 ശേഷം ഗൾഫ് മേഖലയിലെ സുരക്ഷാ വിഷയങ്ങളിൽ സൗദിയും UAEയും അടുത്ത സഹകരണത്തിലായിരുന്നു. യമൻ യുദ്ധം, ഇറാനെതിരായ കടുത്ത നിലപാട്, മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് സംഘടനകളോടുള്ള സമീപനം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരേ പാളയത്തിലായിരുന്നു. എന്നാൽ കാലക്രമേണ UAE സ്വന്തം സാമ്പത്തികവും നയതന്ത്രപരവുമായ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകാൻ തുടങ്ങിയതോടെയാണ് ഈ സഖ്യത്തിൽ അകലം രൂപപ്പെട്ടത്. സാമ്പത്തിക ശക്തി കേന്ദ്രമാകാനുള്ള പോരാട്ടം സൗദി അറേബ്യയുടെ വിഷൻ 2030 പദ്ധതി ഗൾഫ് മേഖലയിലെ സാമ്പത്തിക മത്സരം കടുപ്പിച്ചതാണ്. എണ്ണ ആശ്രിതത്വത്തിൽ നിന്ന് മാറി റിയാദിനെ ആഗോള നിക്ഷേപ വ്യാപാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സൗദിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി സർക്കാർ കരാറുകൾ ലഭിക്കണമെങ്കിൽ വിദേശ കമ്പനികൾ സൗദിക്കുള്ളിൽ ആസ്ഥാനം സ്ഥാപിക്കണമെന്ന നിബന്ധന പ്രഖ്യാപിച്ചത് ദുബായിയെ കേന്ദ്രീകരിച്ച UAEയുടെ സാമ്പത്തിക മോഡലിന് നേരിട്ട വെല്ലുവിളിയായി മാറി. വർഷങ്ങളായി പശ്ചിമേഷ്യയിലെ പ്രധാന ബിസിനസ് ഹബ്ബായി വളർന്ന ദുബായിയുടെ സ്ഥാനത്തേക്ക് റിയാദിനെ ഉയർത്താനുള്ള സൗദിയുടെ ശ്രമം ഗൾഫ് മേഖലയിലെ നിക്ഷേപ പ്രവാഹങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന വിലയിരുത്തലാണ് സാമ്പത്തിക വിദഗ്ധർ നടത്തുന്നത്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച UAEയുടെ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. എന്നാൽ സൗദി അറേബ്യ ഇക്കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിച്ചത്. യമനിൽ സൈനികമായി പിന്മാറിയ UAE സൗദിയെ ആ സംഘർഷത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തിയെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഇത് ഗൾഫ് മേഖലയിലെ സുരക്ഷാ സമീപനങ്ങളിലും നയതന്ത്ര തന്ത്രങ്ങളിലും ഇരു രാജ്യങ്ങളിലും വ്യത്യസ്ത വഴികളിലാണെന്നതിന്റെ സൂചനയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.